ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. 2024 ആണ്ടിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രഭാതമായ ഇന്ന് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് ഇന്നുവരെ വഴി നടത്തിയ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകി. ഇന്നുവരെ ഒരു വർഷക്കാലം മുഴുവനും നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളെ കാത്തുപരിപാലിച്ചും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിച്ച് നമുക്ക് തുണയേകിയ കർത്താവായ ദൈവത്തിന് ഇന്നീ പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തുന്നതിനു വേണ്ടി ഈ വർഷക്കാലം മുഴുവനും നിന്നെ അനുഗ്രഹിച്ച കർത്താവിനെ നന്ദിയോടെ സ്മരിക്കാം. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ, ഞാനെല്ലാം അടിയറ വെച്ച് എൻ്റെ 2024 ഞാൻ ചെയ്തുപോയ പാപങ്ങൾ, പിഴവുകൾ, എൻ്റെ അലസത, മടി, എൻ്റെ കുറ്റങ്ങൾ, കുറവുകൾ, കുറ്റബോധങ്ങൾ എല്ലാം സമർപ്പിക്കാം. 2024 കർത്താവിൻ്റെ കൃപയാൽ നാം നേടിയെടുത്ത എല്ലാ വിജയവും മഹത്വവും എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ആരോഗ്യത്തെയും ശക്തിയെയും സമ്പത്തിനെയും എല്ലാ നന്മകളെ ഓരോന്നായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. 2024 നമുക്കുണ്ടായ ഓരോ നല്ല ഓർമ്മകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവായ ദൈവം നമുക്ക് തന്ന നല്ല കൂട്ടുകെട്ടുകളെ, നല്ല ബുദ്ധിയെ, നല്ല ശക്തിയെ, ആരോഗ്യത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ 2024 കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ കർത്താവിന് നന്ദി അർപ്പിക്കാം. ഇന്നു മുതൽ കർത്താവ് ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ വർഷം കാലം മുഴുവനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്നുവരെ നമ്മെ കാത്തുപരിപാലിച്ച, നമ്മുടെ കുഞ്ഞുങ്ങളെ, മക്കളെ, കുടുംബത്തെ കാത്തുപരിപാലിച്ച, നമ്മുടെ ജീവിത വഴിയിൽ കൂടെയിരുന്ന് സഹായിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. ഈ ഒരു പുതിയ പ്രഭാതത്തെ ഓർത്ത് നന്ദി അർപ്പിക്കാം. ഒരു പുതിയ വർഷം നമുക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ടു പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി
ഞങ്ങളുടെ ദുഃഖം ആനന്ദമാക്കി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്ത നാഥ, ഈ പ്രഭാതത്തിൽ 2024 ആണ്ടിൻ്റെ അവസാനത്തെ പ്രഭാതത്തിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനു വേണ്ടി, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി, ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകുന്നതിനു വേണ്ടി, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വീണ്ടും ഒരു പ്രഭാതം കൂടി കാണിച്ചു തന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ ശക്തി സർവഭൂമിയിലും വ്യാപരിക്കട്ടെ. ദൈവം കർത്താവാണ് എന്ന് സകല നാവുകളും ഏറ്റുപറയട്ടെ. 2024 വർഷം ഞങ്ങളെ എല്ലാ മേഖലയിലും കരുതലോടെ കാത്തു പരിപാലിച്ച ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് സഹായത്തിനെത്തിയ കർത്താവേ, ഞങ്ങളുടെ ഓരോ ഹൃദയ അഭിലാഷവും ഏറ്റവും കാരുണ്യത്തോടെ നോക്കിക്കണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിച്ച ദൈവമേ, അങ്ങേക്ക് സർവ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ നിന്നെ സ്നേഹിക്കാനും ആരാധിക്കാനും ഇന്ന് ഈ പ്രഭാതം ഞങ്ങൾ ഉപയോഗിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ അനന്ത കൂടി നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ 2024 നീ ഞങ്ങൾക്ക് ചെയ്ത സകല അനുഗ്രഹങ്ങൾക്കും വിജയത്തിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഭവ സമ്പത്തിനും നിന്റെ സന്നദ്ധിയിൽ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അടഞ്ഞ വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന കർത്താവേ, ഈ 2024 നീ ഞങ്ങൾക്ക് മുൻപേ വന്ന് ഞങ്ങളുടെ വഴികളെ നിരപ്പാക്കി ഞങ്ങളുടെ വഴികളിലുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി മുന്നോട്ട് നയിച്ച ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ഇസ്രായേൽക്കാരെ ചെങ്കടലിനു മീതെ നടത്തിയതുപോലെ കർത്താവേ, ഈ 2024 ഓരോ പ്രഭാതവും രാത്രിയും നീ ഞങ്ങളെ നടത്തി, ഞങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി, രക്ഷ നൽകി, അങ്ങയുടെ മഹത്വം ഞങ്ങളെ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ചെയ്ത അനന്ത കൂടി നന്മകളെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷം ഞങ്ങളെ സഹായിക്കാനായി നീ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ വർഷം ഞങ്ങൾ നേടിയെടുത്ത ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, ഈ വർഷം ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ മാറ്റങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കാത്തു പരിപാലിച്ച നാഥ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, ദുഷ്ടാത്മാക്കളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവേ, നീ ഞങ്ങളെ കരുതലോടെ കാത്ത്, നീ ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങൾക്ക് ചുറ്റും നിന്ന് നീ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശത്രുക്കളുടെ ഓരോ തന്ത്രങ്ങളെയും നീ ഞങ്ങളുടെ മുൻപിൽ പരാജയപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്കെതിരെ കെണിവെച്ച ശത്രുവിൻ്റെ എല്ലാ പദ്ധതിയെയും നീ തകർത്തെറിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനെ അപഹരിക്കുവാൻ ശ്രമിച്ച എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനെ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ ചലനവും നീ നിരീക്ഷിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നന്മ മാത്രം ചെയ്ത ദൈവമേ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയെയും നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന നീ അനേകർക്ക് രക്ഷയായി, വിടുതലായി, സൗഖ്യമായി, സമാധാനമായി, ആശ്വാസമായി, സന്തോഷമായി നീ
അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിനെ നീ ഉയർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത അന്തസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഈ വർഷം എടുത്ത ചില തീരുമാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഓരോ പ്രഭാതവും രാത്രിയും നീ ഞങ്ങളെ കരുതലോടെ കാത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, സകല ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ വർഷം നടന്ന ഓരോ ചടങ്ങുകളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ വർഷമുണ്ടായ ഓരോ ജീവിത അനുഭവങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, വേർതിരിവിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ നിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുമ്പോൾ കർത്താവേ, നീ അവരെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി അവരെ വിടുവിച്ച് സൗഖ്യപ്പെടുത്തിയ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങൾക്കും കാരണമായ ദൈവമേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ വർഷം മുഴുവൻ ഞങ്ങൾ സംരക്ഷിതരായി, ഞങ്ങൾ അനുഗ്രഹീതരായതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ബന്ധങ്ങളെ, പുതിയ അനുഗ്രഹങ്ങളെ, ഈ വർഷം നേടിയെടുത്ത എല്ലാ നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ വർഷം ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് നൽകി, കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി, ദൈവീക അനുതാപവും നന്മകളും നൽകി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ ദിനരാത്രങ്ങളിലും നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ചതിനെ ഓർത്ത് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കാൻ കഴിയാതെ കടന്നുപോയ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 2024 ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയാൻ കഴിയാത്ത നാവുകളെ പ്രതി ഞാനിപ്പോൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമം സർവ മഹത്വം ആർജിച്ചതാണ്. അങ്ങയുടെ രക്ഷ ഈ വർഷം ഞങ്ങൾ കണ്ടെത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. 2024 ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പരിപാലിച്ച് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ഞങ്ങൾക്ക് പകർന്നു നൽകി, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയേകി ഞങ്ങളെ സഹായിച്ച് കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ ആയുസ്സോടെ ഞങ്ങൾക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുവാൻ അങ്ങൊരുക്കിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയോടെ അവരുടെ ജീവിതത്തിൽ നീ ഇപ്പോൾ തന്നെ ഇടപെട്ട് എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്ന ജീവിത രീതി ഞങ്ങൾ കൈവരിക്കുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും നീ കരുതലോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. സകല ദുഷ്ടാരൂപികളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും, ഉപായങ്ങളിൽ നിന്നും കർത്താവേ, ഇന്ന് ഭൂമി മുഴുവനെയും നീ സംരക്ഷിക്കണമേ. സകല കുടുംബങ്ങളെയും, മക്കളെയും, യുവജനങ്ങളെയും, കുഞ്ഞുമക്കളെയും, ദമ്പതിമാരെയും, കുടുംബാംഗങ്ങളെയും ഇന്ന് നീ പ്രത്യേകം നിന്റെ കരവലയത്തിൽ സംരക്ഷിക്കണമേ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. 2024 വിട ചൊല്ലുന്ന ഈ സമയത്ത് ദൈവമേ, അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഈ ഭൂമി മുഴുവനെയും സകല ചരാചരങ്ങളെയും ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യവും സംരക്ഷണവും വിടുതലും രക്ഷയും കാണാൻ സകല ചരാചരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സമാധാനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ഈ പ്രദേശം മുഴുവനും, ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ. ഇന്ന്
ന്യൂ ഇയർ ആഘോഷണത്തിന് വേണ്ടി കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തണമേ. എല്ലാ ആഘോഷങ്ങളെയും ദൈവം മഹത്വത്തിനു വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. കർത്താവ് ഇന്ന് ആധിപത്യമെടുക്കുന്ന ദിവസമാണ്. ഈ സർവഭൂമിക്കുമേൽ ദൈവം അധിപനാണ്. കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ആഘോഷങ്ങളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടാത്ത സകല ആഘോഷങ്ങളെയും നീ നിർവീര്യമാക്കി തച്ചുടച്ചു കളയണമേ. എൻ്റെ ദൈവമായ കർത്താവെ, നിന്റെ നാമം സർവഭൂമിയിലും ആഘോഷമാക്കി ജനങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവെ, സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, നിന്റെ നാമത്തിൻ്റെ രക്ഷയാൽ ഇന്ന് ഭൂമി മുഴുവനും സമാധാനവും സന്തോഷവും ദൈവികമായ ആനന്ദവും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രകാശം വ്യാപരിക്കട്ടെ. സർവഭൂമിയിലും ദൈവത്തിൻ്റെ പ്രകാശം ഇന്ന് വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബത്തിലും ഭവനത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയ്ക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം, വിടുതൽ നൽകി കർത്താവിൻ്റെ പ്രകാശം ഇന്ന് ഞങ്ങളെ വലയം ചെയ്യട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രക്ഷ കണ്ടെത്തുന്ന, വലിയ രക്ഷ നൽകുന്ന ഈ ദിവസം ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ദൈവം ഇന്ന് വരെ ചെയ്ത നന്മകളെ ഓർത്ത് ഈ വർഷം മുഴുവനും ഞങ്ങളെ പരിപാലിച്ച കർത്താവിനെ സ്തുതിക്കുന്നതിന്, ഈ പ്രാർത്ഥന അഭിഷേകം ചെയ്തപ്പെട്ട് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ലോകം മുഴുവനും ദൈവസ്നേഹം വ്യാപരിക്കുന്നതിന്, ദൈവത്തിൻ്റെ സമാധാനം വ്യാപരിക്കുന്നതിന്, എല്ലാ കുടുംബങ്ങളും ദൈവത്തിൻ്റെ പ്രകാശം പരക്കുന്നതിന്, എല്ലാ വ്യക്തികളിലും അനുദാനവും മനസ്സാന്തരവും ഉണ്ടാകുന്നതിന്, സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ഭവനത്തിനു ചുറ്റും, ഞങ്ങളുടെ യാത്രകളിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ചുറ്റും ഇന്നത്തെ ഓരോ നിമിഷവും അമ്മേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ച് സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് സഫലീകൃതമാക്കി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ദിവസമാക്കി ഇന്ന് മാറ്റട്ടെ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഇന്നും എന്നേക്കും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഒരു പുതിയ വർഷത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന നമുക്ക് എല്ലാ മേഖലയിലും കർത്താവ് നമ്മെ ഒരുക്കി ശക്തിപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.